ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമീബിക് എൻകെഫലൈറ്റിസിനെ കുറിച്ചാണ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന ശാസ്ത്രീയ നാമമുള്ള പ്രോട്ടോസോവൻ പരജീവി മൂലം കുടലിനെ ബാധിക്കുന്ന അതിസാരമാണ് അമീബിക് എൻകെഫലൈറ്റിസ്. തലച്ചോറിൻ്റെ വീക്കം ആണ് എൻകെഫലൈറ്റിസ്. എൻകെഫലൈറ്റിസ് ബാധിച്ചാൽ ബോധം കുറയുകയോ മാറുകയോ മറയുകയോ ചെയ്യുന്നു. തലവേദന, പനി, ആശയക്കുഴപ്പം, കഴുത്തിൽ വേദന, ഛർദി എന്നിങ്ങനെയാണ് ലക്ഷണങ്ങൾ. ഇതിൻ്റെ നെക്സ്റ്റ് തലത്തിലുള്ള കോംപ്ലിക്കേഷൻസ് എന്തെന്നാൽ അപസ്മാരം, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കേൾക്കാനുള്ള ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ് എന്നിങ്ങനെയാണ്. ഹെർപ്പിസ് വൈറസ്, റേബീസ് വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവൻസ് എന്നിവയെല്ലാം എൻകെഫലൈറ്റിസിന് കാരണങ്ങളിൽ ഉൾപ്പെടുന്നു. വൈറൽ ആകുമ്പോൾ അത് മീസിൽസ്, പോളിയോ, റേബീസ്, ഹെർപ്പിസ്, ആർബോ വൈറസ്, വെസ്റ്റ് നൈൽ വൈറസസ്, ബുന്യ വൈറസ്, റിയോ വൈറസ് എന്നിങ്ങനെ പലതരം വൈറസുകൾ എൻകെഫലൈറ്റിസിന് കാരണമാകുന്നു. ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോട്ടോസോവൻസ് ആ ഗ്രൂപ്പിൽ വരുമ്പോൾ ടോക്സോപ്ലാസ്മ, മലേറിയ, അമീബ, മൈക്കോപ്ലാസ്മ, റിക്കറ്റ്സിയ എന്നിങ്ങനെയാണ്. വിശദീകരിക്കാവുന്ന മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും ആളുകൾക്ക് ബോധത്തിൻ്റെ തോത് കുറയുകയോ മാറ്റം വരികയോ വ്യക്തിത്വത്തിൽ മാറ്റം വരികയോ വ്യതിയാനം കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മസ്തിഷ്ക ജ്വരം രോഗനിർണയം നടത്തേണ്ടത് അത്യാവശ്യമാണ്. MRI ബ്രെയിൻ സ്കാൻ വഴി മസ്തിഷ്കത്തിൽ തലച്ചോറിൽ ഉണ്ടാകുന്ന വീക്കം നിർണ്ണയിക്കാനും മറ്റു സാധ്യതകൾ വേർതിരിക്കാനും സാധിക്കുന്നു. ഒപ്പം LP ചെയ്യുന്നത് വഴി, അതായത് ലംബാർ പങ്ക്ചർ ചെയ്യുന്നത് വഴി CSF എന്ന ദ്രാവകം ഉപയോഗിച്ച് ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, മൈക്കോപ്ലാസ്മയാണോ, വേറെ ഏതെങ്കിലും പ്രോട്ടോസോവൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. EEG ചെയ്യാം, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം, യൂറിൻ വിശകലനം ചെയ്യാം, PCR പരിശോധന എന്നിങ്ങനെ മറ്റു ടെസ്റ്റുകളും ലഭ്യമാണ്. ആൻറ്റിവൈറൽ മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്സ്, തലച്ചോറിൻ്റെ വീക്കം കുറയ്ക്കാൻ സ്റ്റീറോയിഡ്സ്, അപസ്മാരത്തിനുള്ള മരുന്ന് എന്നിങ്ങനെയാണ് മരുന്നുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അമീബിക് എൻകെഫലൈറ്റിസ് ഉണ്ടാകുന്ന മറ്റൊരു ഓർഗാനിസമാണ് നഗ്ലേറിയ ഫൗളേറി. ഇത് പ്രോട്ടോസോവൻ ടൈപ്പായുള്ള പാരസൈറ്റ് ആണ്. ഇവ കുളത്തിൽ, മണ്ണിൽ, പുഴയിൽ, ക്ലോറിനേറ്റ് ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളിലൊക്കെയാണ് കാണുന്നത്. സർഫ് ചെയ്യുന്നവർ, സ്വിമ്മിങ്ങിന് പോകുന്നവർ, ഡൈവ് ചെയ്യുന്നവർ, വാട്ടർ സർഫിംഗ് ചെയ്യുന്നവർ എന്നിവരെ ഇത് സാരമായി ബാധിക്കുന്നു. മൂക്കിലൂടെ ഈ പ്രോട്ടോസോവൻ ദേഹത്ത് കയറുന്നു. മൂക്കിൽ നിന്ന് തലച്ചോറിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. ഇത് തലച്ചോറിലെത്തി മൾട്ടിപ്ലൈ ചെയ്യുന്നു. CSF നോക്കുമ്പോൾ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ലംബാർ പങ്ക്ചർ LP ചെയ്യുന്നത് വഴി നമുക്ക് നോക്കുമ്പോൾ ഇതിൽ മുട്ടകൾ കാണാൻ സാധിക്കുന്നു. ഇത് തലച്ചോറിൽ മുട്ടയിട്ട് പെരുകുന്നു. ഓഫ് ഡിസീസ് പാറ്റേൺ ആണ് കാണിക്കുന്നത്. അതായത് പനി, തുടർന്ന് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു, തുടർന്നുള്ള അപസ്മാരം, കോമയിലേക്ക് എത്തുന്നു, അവസാനം മരണത്തിൽ കലാശിക്കുന്നു. ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും നമ്മൾ കോമ്പിനേഷൻ തെറാപ്പികളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റിവൈറൽസും ബാക്ടീരിയലും സ്റ്റിറോയിഡ്സും ഉള്ള കോമ്പിനേഷനും ആൻറ്റി ഫംഗൽസും ഉള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാലും 99% കേസ് ഫെറ്റാലിറ്റിയാണ് ഉള്ളത്. Thanks for watching. If you're liking my videos, please do like, share and subscribe. Thank you.